സ്വർഗാനുരാഗികളും ദൈവത്തിൻ്റെ മക്കളാണ്, അവരെ വിധിക്കാൻ ഞാൻ ആര് എന്ന് ചോദിച്ച ആളാണ് മാർപ്പാപ്പ. സ്വർഗാനുരാഗത്തെക്കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള സഭയുടെ വളരെക്കാലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർക്കശ്യമുള്ള കഠിനമായ യാഥാസ്ഥിതിക നിലപാടുകൾക്ക് വിരുദ്ധമായ മാനുഷികമായ നിലപാട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ കാവ്യങ്ങൾ പോലെ വിശുദ്ധമായിരുന്നു, സൗന്ദര്യം നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് കാണാം. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ യുദ്ധത്തിന് എതിരായി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി, കുടിയേറ്റ ജനതയ്ക്കായി, ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി നടത്തിയ മഹോന്നതമായ മാനവികമായ ഇടപെടലുകൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഡോക്ടർ ഐറിസ് തുടരുന്നുണ്ട്. ഡോക്ടർ ഐറിസ് അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണം വിവർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ, ലോക സമാധാനത്തിന് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ടിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിട്ടുള്ളത്? ഈ കൃതി ലെറ്റസ് ഡ്രീം എന്ന് പറഞ്ഞ കൃതി അദ്ദേഹം രചിക്കുന്നത് കോവിഡ് അനന്തര കാലത്താണ്. കോവിഡ് കാലം മുഴുവനും എടുത്ത ഒരു നിതാന്തമായ ധ്യാനം, ലോകത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക, നഷ്ടപ്പെടുന്നവരാരാണെന്നും മാഞ്ഞു പോകുന്നവരാരാണെന്നും നോക്കി അരികുകളെ ആശ്ലേഷിക്കുക എന്നാണ് പോപ്പ് നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ഈ അന്വേഷണം, മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം അന്വേഷിച്ചുള്ള യാത്രയിൽ അദ്ദേഹം ഓർക്കുന്നത് 2016 ലെസ്ബോസ് എന്ന് പറയുന്ന ദ്വീപിൽ പോയി അഭയാർത്ഥികളുടെ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെയുള്ള ഏറ്റവും ഹീനമായ മനുഷ്യത്വരഹിതമായ ജീവിതങ്ങളെ അദ്ദേഹം ഓർത്തെടുക്കുന്നു. അതുപോലെ 2017 റോഹിംഗ്യൻ അഭയാർത്ഥികളെ അദ്ദേഹം കാണുന്നു. അവരുടെ പലായനത്തിൽ അതീവ ദുഃഖിതനായിട്ടാണ് പോപ്പ് ജീവിച്ചത്. അത് കഴിഞ്ഞ് ഒരു കാലത്ത് അബുദാബിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ ലഭിച്ച പാരിതോഷികങ്ങളെല്ലാം പോപ്പ് അബുദാബിയിലെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ സഹോദരരായ റോഹിംഗ്യൻസിന് അത് കൊടുക്കൂ എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അർജന്റീനയിലെ കാർട്ടനേറോകൾ എന്ന് പറയുന്ന തെരുവിൽ നിന്ന് ഈ വലിച്ചെറിയപ്പെടുന്ന കാര്യങ്ങൾ പെറുക്കിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്, പാർപ്പിടങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്. അത്തരക്കാരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നോക്കിക്കണ്ടുകൊണ്ട് അദ്ദേഹം അവരും ആ വലിച്ചെറിയുന്നതിനെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടാണ് അവർ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നത്. അവരുടെ കുടുംബം ഭക്ഷണം കഴിക്കുന്നത് അത്തരത്തിലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു അർത്ഥവത്തായ തൊഴിൽ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലുള്ള മീൻപിടുത്തക്കാർ, അവരെ നേരിൽ പോയി കണ്ടിട്ട് പോപ്പ് മനസ്സിലാക്കിയത് കടലിൽ വലയെറിഞ്ഞാൽ കിട്ടുന്നത് മത്സ്യമല്ല, പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് എന്നുള്ളതാണ്. പോപ്പ് അതിൽ തൻ്റെ കൺസേൺ മുഴുവൻ പറയുന്നുണ്ട്. ലോകം എത്ര കണ്ട് സ്വാഭാവികമായ ജീവിതശൈലി ഉപേക്ഷിച്ചുകൊണ്ട് അതിതീക്ഷ്ണമായ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെയും യുദ്ധക്കൊതിയുടെയും ലോകത്തേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ അരികുകളിൽ ജീവിക്കുന്നവരെ അവരെ തിരിച്ചു പിടിക്കുക, അവർക്ക് ഉചിതമാകുന്ന ഒരു പൊതുവിതരണത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരിക, അതിലേക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ഡോക്ടർ ഐറിസ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ എല്ലാം നിദർശനങ്ങൾ നമുക്ക് ആ പുസ്തകത്തിൽ, ലെറ്റ്സ് ഡ്രീം എന്ന പുസ്തകത്തിൽ കാണാം. മാർപ്പാപ്പ അന്തരിച്ചതായുള്ള വിവരം വത്തിക്കാൻ ഇന്ന് 9:45 വത്തിക്കാൻ സമയം 9:45 ഔദ്യോഗികമായി അറിയിച്ചത്. കർദിനാൾ കെവിൻ ഫാരലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം അപ്പോസ്തലിക് ചേംബറിൽ നിന്ന് അനൗൺസ് ചെയ്തത്. നമുക്ക് ആ അനൗൺസ്മെൻറ്റിലേക്ക്. Carissimi fratelli e sorelle, con profondo dolore devo annunciare la morte del nostro Santo Padre Francesco. Alle ore 7:35 di questa mattina il Vescovo di Roma Francesco è tornato alla casa del Padre. La sua vita tutta intera è stata dedicata al servizio del Signore e della sua Chiesa. Ci ha insegnato a vivere i valori del Vangelo con fedeltà, coraggio e amore universale, in modo particolare a favore dei più poveri ed emarginati. Con immensa gratitudine
per il suo esempio di vero discepolo del Signore Gesù. Raccomandiamo l'anima del Papa Francesco all'infinito amore misericordioso di Dio uno e trino. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം ഔദ്യോഗികമായി വത്തിക്കാൻ അറിയിച്ചതാണ് കണ്ടത്. കർദിനാൾ കെവിൻ ഫാരലാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അനൗൺസ് ചെയ്തത്. ഇനി പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളും മറ്റുമൊക്കെയുണ്ട്. അത് വരുന്ന ദിവസങ്ങളിലാണ്. ഇത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെ സംബന്ധിച്ച്, ലോകമെമ്പാടുമുള്ള മനുഷ്യരെ സംബന്ധിച്ച് കനത്ത നഷ്ടമാണ്.